നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പ് അതിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണല്ലേ. എല്ലാ ടീമിൻ്റെയും അവസാന മത്സരത്തിലേക്കൊക്കെ കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എല്ലാ ടീമുകളുമൊക്കെ വിജയം അനിവാര്യമായിരുന്ന പല ടീമുകളും വിജയം സ്വന്തമാക്കുന്നു. ആദ്യ മത്സരത്തിൽ വിജയിക്കാതിരുന്ന ടീമുകളൊക്കെ, വലിയ ടീമുകളൊക്കെ പിന്നീട് വിജയിച്ച് ആ ഒരു വിന്നിംഗ് ട്രാക്കിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും അത്തരത്തിലൊരു വിജയം ഉണ്ടായിരുന്നു. ബ്രസീലിനൊരു മിന്നും വിജയം ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നെയ്മർ ഇന്നലെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതായത് നാളുകൾക്ക് ശേഷം, ആരാധകരുടെയൊക്കെ വലിയ കാത്തിരിപ്പിന് ശേഷം സൂപ്പർ താരം നെയ്മർ ഇന്നലെ എന്തായാലും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും കളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഒപ്പം മൊറോക്കോ ഹെയ്തിക്കെതിരെ ഒരു മനോഹരമായൊരു വിജയം നേടുന്നൊരു കാഴ്ച. ഒരു ത്രില്ലർ മാച്ച്, 6 ഗോളുകൾ പിറന്നൊരു ത്രില്ലർ മാച്ചായിരുന്നു അത്. ഒപ്പം സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് അവരും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാനഡ തോറ്റെങ്കിലും അവരും അടുത്ത സ്റ്റേജ് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ബോസ്നിയയെ തോൽപ്പിച്ചുകൊണ്ട് ഖത്തറിനെ തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഖത്തർ ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നിനി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ, ജർമ്മനിയുടെ മത്സരമുണ്ട്. ജർമ്മനി ഇക്വഡോറിനെ നേരിടുന്നുണ്ട്. ജർമ്മനി 2 മത്സരവും കൃത്യമായ ഒരു ലീഡോടുകൂടി വിജയിച്ചതാണ്, സ്കോറോടുകൂടി വിജയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പേടിക്കേണ്ട കാര്യമില്ല. USA-ക്കും നെതർലൻഡ്സിനും ഒക്കെ ഈ മത്സരം എന്തായാലും അതിനിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് നമുക്ക് ബ്രസീലിൻ്റെ മത്സരത്തിലേക്ക് പോകാം. 3-0 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ ഇന്നലെ തകർത്തത്. തുടക്കം മുതൽ തന്നെ കളി ബ്രസീലിൻ്റെ കയ്യിലായിരുന്നു എന്ന് പറയാം. കാരണം അവർ കളി നിയന്ത്രിച്ച് കളിച്ചു. തുടക്കം മുതൽ തന്നെ 7-ാം മിനിറ്റിൽ വിനീഷ്യസിലൂടെ ആദ്യ ഗോൾ പിറന്നു. 1-0. അതായത് 7-ാം മിനിറ്റിൽ, മത്സരത്തിൽ 7-ാം മിനിറ്റിൽ തന്നെ അവർ ലീഡ് നേടുന്ന കാഴ്ച കാണാൻ സാധിച്ചു. സ്കോട്ട്ലൻഡ് പ്രതിരോധത്തിൽ വീണൊരു സംഭവിച്ച പിഴവ് അത് കൃത്യമായി വിനീഷ്യസ് മുതലാക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് 2-ാം ഗോളും പിറന്നതും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിനീഷ്യസിൻ്റെ കാലിൽ നിന്ന് തന്നെ 2-ാം ഗോളും പിറക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ 2 ഗോളുകൾ വിനീഷ്യസ് നേടുന്ന കാഴ്ച. തുടർച്ചയായി 2-ാം മത്സരത്തിലും വിനീഷ്യസ് അങ്ങനെ ഗോൾ നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നതിലുപരി തനിക്ക് നേരെ ഉയർന്നിരുന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ക്ലബ്ബ് ഫുട്ബോളിൽ മാത്രം കളിക്കുന്ന താരം, ക്ലബ് ബോയ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളൊക്കെ വിനീഷ്യസിനെതിരെ ഉയർന്നിരുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രകടനം തന്നെ വിനീഷ്യസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 60-ാം മിനിറ്റിൽ അടുത്ത ഗോൾ മത്തിയൂസ് ക്യുനയുടെ വക അടുത്ത ഗോൾ കൂടി പിറന്നതോടുകൂടി 3-0 എന്നൊരു സ്കോറിലേക്ക് ബ്രസീൽ മത്സരം എത്തിക്കുകയായിരുന്നു. ഫാസ്റ്റായിട്ടുള്ള വിങ്ങിക്കുള്ളൊരു പ്ലേ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം വിനീഷ്യസിൻ്റെ ഒരു ബ്രില്യൻസ് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം മിഡ്ഫീൽഡിൻ്റെ കൺട്രോളും അതിനോടൊപ്പം എടുത്തു വരേണ്ട കാര്യം ആൻസലോട്ടിയുടെ ഒരു ടാക്ടിക്കലായിട്ടുള്ള നീക്കങ്ങളൊക്കെ വിജയം കാണുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ആദ്യ മത്സരത്തിലെ ഒരു സമനില, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എന്തായാലും ബ്രസീൽ ഇറങ്ങി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ലോകകപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ തങ്ങളുമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഉണ്ടായത്. അപ്പോൾ എന്തായാലും ബ്രസീലിൻ്റെ മത്സരം അങ്ങനെയാണെങ്കിൽ മൊറോക്കോയുടെ മത്സരത്തിലേക്ക് ഒരു ഗ്രൂപ്പ്, മൊറോക്കോയും ഹെയ്തിയും തമ്മിലൊരു പോരാട്ടം, അത് ഗോൾ മഴ പിറന്ന ഒരു പോരാട്ടം എന്ന് പറയാൻ സാധിക്കും. 4-2 ഒരു വിജയം മൊറോക്കോ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചു. ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരങ്ങളൊന്നായിരുന്നു കേട്ടോ. കാരണം 10-ാം മിനിറ്റിൽ ഹെയ്തിയാണ് ആദ്യം ലീഡ് ചെയ്തത്. ഹെയ്തി ലീഡ് നേടി 1-0 എന്നുള്ളത്. മത്സരത്തിൽ 10-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോൾ നേടി. എന്നാൽ 39-ാം മിനിറ്റിൽ ഹക്കീമിയുടെ വക ഒരു തിരിച്ചടി, അതോടുകൂടി സ്കോർ 1-1 എന്നൊരു സ്കോറിലേക്ക് എത്തി. സ്കോർ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-1 അവസാനിക്കും. കാരണം 39-ാം മിനിറ്റിൽ 1-1 ആ ഒരു സ്കോറാണ്. അതിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 43-ാം മിനിറ്റിൽ ഹെയ്തിയുടെ വക വീണ്ടും ഒരു ഗോൾ പിറക്കുന്ന കാഴ്ച നമുക്ക് സാധിച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ആദ്യ പകുതി 2-1 അവസാനിക്കും എന്നാണ് കരുതിയത്. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇസ്മായിൽ സൈബിരിയുടെ വക അടുത്ത ഗോൾ കൂടി മൊറോക്കോയ്ക്ക് അനുകൂലമായി വീഴുന്നു. അങ്ങനെ 2-2 എന്നൊരു സ്കോർ. അതായത് 1-1 ആദ്യ പകുതി അവസാനിക്കുമെന്ന് കരുതിയെടുത്ത് 2-2 ആദ്യ പകുതി അവസാനിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 78-ാം മിനിറ്റിൽ റഹീമിയുടെ വക അടുത്ത ഗോൾ പിറക്കുന്നു മൊറോക്കോയ്ക്ക് വേണ്ടി. പിന്നീട് 89-ാം മിനിറ്റിലും മത്സരം അവസാനിക്കുന്നത് തൊട്ട് മുൻപായിട്ട് മിനിറ്റുകൾ മാത്രം ശേഷിക്കെ 89-ാം മിനിറ്റിലും അടുത്ത ഗോൾ കൂടി വീണതോടുകൂടി 4-2 എന്നൊരു സ്കോറിലേക്ക് മൊറോക്കോ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വ്യക്തമായൊരു ലീഡ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് 6 ഗോളുകളൊക്കെ പിറന്ന ഒരു മത്സരം, ഒരു എൻ്റർടൈനിങ് ആയിരുന്നൊരു മത്സരം തന്നെയായിരുന്നു മൊറോക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 22 ഷോട്ടുകളാണ് അവർ
പായിച്ചതെന്ന് പറയാൻ സാധിക്കും. അപ്പം സെക്കൻഡ് ഹാഫിൽ ഒരു ഡോമിനൻസ് എടുത്ത് പറയണം. കാരണം ആദ്യ ഹാഫിൽ 2 ഗോളുകൾ വഴങ്ങി 2 ഗോളുകൾ തിരിച്ചടിച്ചെങ്കിൽ പോലും അത് ഒരു ബാലൻസിങ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അവർ കൂടുതൽ കരുത്തരാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഹക്കീമിയുടെ മാസ്റ്റർ ക്ലാസ്സും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഹെയ്ത്തിലേക്ക് വന്ന കൗണ്ടർ അറ്റാക്കുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ ടൂർണമെൻറ്റിലെ ചെറിയ ടീമുകളുടെ ഒരു അറ്റാക്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന ഒരു അറ്റാക്കിംഗ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അതാണ് ഇന്നലെ നടന്ന മൊറോക്കോ ഹെയ്ത്തി മത്സരത്തിൻ്റെ ഫലം. ഇനി നമുക്ക് സ്വിറ്റ്സർലൻഡ് കാനഡ പോരാട്ടത്തിലേക്കാണ് പോകേണ്ടത്. സ്വിറ്റ്സർലൻഡ് കാനഡ പോരാട്ടം അത് ഗ്രൂപ്പിൽ 1ാം സ്ഥാനം തീരുമാനിച്ചൊരു മത്സരം കൂടിയായിരുന്നു. ആദ്യ പകുതി വളരെ ബാലൻസ്ഡ് ആയിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ സ്വിറ്റ്സർലൻഡ് ഗിയർ മാറ്റി. അങ്ങനെ 2-1 സ്വിറ്റ്സർലൻഡ് ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 46-ാം മിനിറ്റിലാണ് സ്വിറ്റ്സർലൻഡ് ആദ്യ ഗോൾ നേടുന്നത്. റൂബൻ വാർഗസിൻ്റെ വക ആദ്യ ഗോൾ. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിൽ 2ാം പകുതി, ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 2ാം പകുതി അങ്ങനെ ആരംഭിച്ചു. 57-ാം മിനിറ്റിൽ 2ാമത്തെ ഗോളും സ്വിറ്റ്സർലൻഡ് നേടുന്നു. മുൻസംബിയുടെ വക 2ാമത്തെ ഗോൾ അവർ നേടുന്നു. അങ്ങനെ 2-0. എന്നാൽ 76-ാം മിനിറ്റിൽ ഡേവിഡിൻ്റെ വക ആശ്വാസ ഗോൾ കാനഡ നേടുന്നു. അങ്ങനെ 2-1 എന്നൊരു സ്കോറിലേക്ക് ആ മത്സരം അവസാനിക്കുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു പ്രകടനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ക്ലിനിക്കൽ ഫിനിഷിങ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ്, ഇത് 3 അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തത്. ഇനി കാനഡ ഭാഗത്തു നിന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ സ്ലോ സ്റ്റാർട്ട് അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു. അത് സ്വിറ്റ്സർലൻഡിന് അനുകൂലമാകുന്നൊരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അങ്ങനെ 2-1 സ്വിറ്റ്സർലൻഡ് കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ റൗണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം ബോസ്നിയയും ഖത്തറും തമ്മിലൊരു പോരാട്ടമായിരുന്നു. 3-1 ബോസ്നിയ ഖത്തറിനെ പരാജയപ്പെടുത്തുന്നു. 29, 34, 42, 80 മിനിറ്റുകളിലാണ് ഗോളുകൾ വീണത് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ 3-1 ഒരു വിജയം തന്നെ ബോസ്നിയ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഖത്തർ ഇതോടുകൂടി ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ബോസ്നിയ 3ാം സ്ഥാനത്തിന് വേണ്ടി തങ്ങളും കൂടി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഗ്രൂപ്പിൽ നിന്ന് അവരും വെച്ച് കൊടുത്തു. കാരണം സ്വിറ്റ്സർലൻഡും ക്വാളിഫൈ ചെയ്തു. കാനഡ തോൽവി വഴങ്ങിയെങ്കിലും അവരും ഒരു അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു. പക്ഷേ ബോസ്നിയ ഒരു 3ാം സ്ഥാനം, അത് പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും മികച്ച 3 ടീമുകളാണ്. അതായത് 2 ടീമുകൾ, ആദ്യ 2 ടീമുകൾ 12 ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യും. ഒപ്പം ഏറ്റവും മികച്ച 8 ടീമുകൾ കൂടി ക്വാളിഫൈ ചെയ്യും. അതുകൊണ്ട് 3ാം സ്ഥാനത്തൊരു പ്രതീക്ഷ എന്തായാലും ബോസ്നിയ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെയും ഇന്നും പുലർച്ചയായിട്ടൊക്കെ നടന്ന മത്സരങ്ങൾ. ഇന്ന് രാത്രിയും നാളെ പുലർച്ചയൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരുപടി മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വഡോറും ജർമ്മനിയും തമ്മിലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അത് ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിക്ക് അവർ തുടർച്ചയായ 2 വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ക്യുറസാവോ 7-1, 2ാം മത്സരത്തിൽ ഐവറി കോസ്റ്റിന് 2-1 പരാജയപ്പെടുത്തിൻ്റെ ആത്മവിശ്വാസം എന്തായാലും ജർമ്മനിക്കുണ്ട്. അതുതന്നെയാണ് അവരുടെ കരുത്തും. ഒപ്പം മുസിയാലയും റെഡ്സും അടങ്ങുന്ന അവരുടെ ഒരു മധ്യനിര അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്വഡോറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുർസാവോയുമായി ഗോൾ രഹിത സമനിലയും ഒപ്പം ഐവറി കോസ്റ്റിനെതിരെ ഒരു പരാജയവും ഇക്വഡോർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയ രീതിയിലൊരു ഈ മത്സരം വിജയം അനിവാര്യമാകുന്നൊരു കാഴ്ചയിലേക്ക് വരും. കാരണം ഒരു അനിവാര്യമാണ് ഈ 3 പോയിൻ്റ് അവർക്ക്. നിലവിൽ 1 പോയിൻ്റ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 4 പോയിൻറ്റിലേക്കൊക്കെ എത്താം എന്നൊരു പ്രതീക്ഷ എന്തായാലും ഇക്വഡോറിനുണ്ട്. അതാണ് അവരുടെ മത്സരം. ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു പോരാട്ടം USA-യും തുർക്കിയും തമ്മിലുള്ള മത്സരമാണ്. USA-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ പരാഗ്വേയും 2ാം മത്സരം ഓസ്ട്രേലിയയും അവർ കൃത്യമായ മാർജിനിൽ തന്നെ പരാഗ്വേ 2-0 ഓസ്ട്രേലിയയെ 4-1 പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസവുമായാണ് എന്തായാലും USA ഇന്നത്തെ മത്സരം തുർക്കിക്കെതിരായ മത്സരത്തിൽ ഇറങ്ങുന്നത്. തുർക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരവും പരാഗ്വേക്കെതിരായ മത്സരവും അവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ നിന്ന് USA എന്തായാലും തങ്ങളുടെ റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചിട്ടുണ്ട്. തുർക്കിയെ സംബന്ധിച്ച് വിജയിച്ചാൽ പോലും അത് വലിയൊരു കടമ്പ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കാനുള്ളത് നെതർലൻഡ്സും ടുണീഷ്യയും തമ്മിലുള്ളതാണ്. നെതർലൻഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജപ്പാനെതിരെ ഒരു സമനില വഴങ്ങുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്വീഡനെതിരെ 5-1 ഒരു വിജയം അവർ സ്വന്തമാക്കി. ഒരു വിജയവും ഒരു സമനിലയുമാണ് അവരുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ വിജയം എന്തായാലും അന്നത്തെ മത്സരത്തിൽ വലിയൊരു വിജയം നേടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു അനിവാര്യമാണ് 3 പോയിൻ്റ്. ഗാക്പോയും സിമൺസും അടങ്ങുന്ന അവരുടെ ഒരു നിര, അത് അവർക്കും വലിയ രീതിയിൽ പ്രതീക്ഷ ഉണ്ട്. ഇന്ന് വിജയിക്കാം എന്നൊരു പ്രതീക്ഷ എന്തായാലും നെതർലൻഡ്സിനുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു മത്സരം. ഇനിയും നടക്കാനുള്ള മറ്റൊരു മത്സരം ജപ്പാനും സ്വീഡനും തമ്മിലുള്ള പോരാട്ടമാണ്. ജപ്പാൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെതർലൻഡ്സിനെ സമനിലയിൽ കുരുക്കിയ ഒരു ടീമാണ്. ടുണീഷ്യയെ 4-0 അവർ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു 4 പോയിൻ്റ് അവർക്കുമുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള നെതർലൻഡ്സിനും 4 പോയിൻ്റുണ്ട്. അപ്പോൾ ഇന്ന് വിജയിക്കുന്നവർ വലിയ മാർജിന് വിജയിക്കുന്ന ഒരു ടീം
ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി റൗണ്ട് ഓഫ് 32 പോകാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് സ്വീഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടുണീഷ്യയെ 5-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവർ നെതർലൻഡ്സിനെ എതിരെ ഒരു പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പം 3 പോയിൻ്റ് നിലവിൽ സ്വീഡനും ഉണ്ട്. അപ്പോൾ ഇന്ന് സ്വീഡൻ വിജയിക്കുകയാണെങ്കിൽ ആകെ കൂടി മൊത്തത്തിൽ കുഴഞ്ഞു മറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്വീഡൻ അപ്പോൾ 2 വിജയമാകും. അപ്പോൾ ഇന്ന് ജപ്പാനെതിരെ സ്വീഡൻ വിജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിലെ ആകെ കൂടി മൊത്തത്തിൽ കുഴഞ്ഞു മറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ജപ്പാൻ 4 പോയിൻ്റുണ്ട്, ഒപ്പം നെതർലൻഡ്സിന് 4 പോയിൻ്റുണ്ട്. ഇന്ന് സ്വീഡൻ വിജയിക്കുകയാണെങ്കിൽ അവർ 3 പോയിൻ്റ് മാത്രമുള്ളത്. പക്ഷേ വിജയിക്കുകയാണെങ്കിൽ ഒരു 3 പോയിൻ്റ് 6 പോയിൻ്റായിട്ട് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനൊരു പോരാട്ടം കൂടിയുണ്ട്. അതാണ് ഇന്നത്തെ നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ. അപ്പോൾ ഇന്ന് ഓവറോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചിട്ടുണ്ട്. മൊറോക്കോ ഒരു തിരിച്ചുവരവ് നടത്തി അവരും റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പിൽ അവരും ആ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് ജർമ്മനി, USA, നെതർലൻഡ്സ്, ജപ്പാൻ ടീമുകളുടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ജർമ്മനിയും USAയും ഏകദേശം റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു. നെതർലൻഡ്സും ജപ്പാനും ഏകദേശം ഉറപ്പാണെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം അത് വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ആളുകൾക്ക് വിട്ടുനോക്കുന്ന മത്സരം എന്തായാലും ജർമ്മനിയുടെ ഒരു മത്സരം തന്നെയാണ്. വളരെ വലിയ ആരാധകരുള്ളൊരു ടീമാണ് ജർമ്മനി. അപ്പോൾ അവരുടെ ഒരു മത്സരത്തിന് വേണ്ടിയൊക്കെ ആരാധകർ എന്തായാലും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ നെതർലൻഡ്സിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ ടൂർണമെൻറ്റിലെ ഒരു കിരീടം നേടും എന്നൊരു കിരീട ഫേവറേറ്റുകളായിട്ട് ടീമുകളിലൊന്നാണ് നെതർലൻഡ്സ്. ഇന്ന് പല വലിയ പ്രവചനങ്ങളൊക്കെ നെതർലൻഡ്സിന് അനുകൂലമായൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെതർലൻഡ്സിൻ്റെ ഇന്നത്തെ പ്രകടനം, ജപ്പാൻ്റെ ഇന്നത്തെ പ്രകടനം, ഇതൊക്കെ ആരാധകർ എന്തായാലും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.